ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫിഷ് കറിയാണ് വെക്കാൻ പോണത്. അപ്പൊ ഏത് ഫിഷ് എന്നറിയോ? ഇതുപോലെ കോലാൻ മീൻ. അങ്ങനെ എളുപ്പം കിട്ടുന്ന മീനല്ല, റെയറാണ്, പക്ഷെ ഉഗ്രൻ ടേസ്റ്റാ. ഈ മീൻ നന്നാക്കിയിട്ടൊന്നല്ല കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഇത് വൃത്തിയാക്കി, എന്നിട്ട് ഇതിനെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് മൺചട്ടിയിലിട്ട് ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. അഴുക്കുണ്ടാവില്ല അധികം, പക്ഷെ പുറത്തെ ഇതുകളൊക്കെ അഴുക്കും അതെല്ലാം അങ്ങനെ ക്ലീൻ ആയിട്ട് പോകും ട്ടാ. അത് അങ്ങനെ നന്നായിട്ട് കഴുകി. നാടൻ പുഴ കോലാനാണ് കേട്ടോ. വേറെ കടലിലത്തെ കോലാനുണ്ട്, അതല്ല ഇത് പുഴ കോലാൻ. അപ്പൊ അതിന്റെ ഒപ്പമുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇവിടെ ഇഷ്ടമുള്ളത് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചും ഇരുമ്പമ്പുളി. ഇപ്പൊ ഇരുമ്പമ്പുളിയും കിട്ടി ഒപ്പം. അപ്പോൾ ഇരുമ്പമ്പുളി കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ കോലാനും ഇരുമ്പമ്പുളിയും കൂടി ഒരു കൂട്ടാൻ വെച്ചാലോ. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ ഉടനായിട്ട് കാണാം. ഇതുപോലെ കോലാൻ മീനൊക്കെ കിട്ടുമ്പോഴേ, കോലാൻ മീൻ മാത്രമല്ല വേറെ പല മീനുകളും ഇരുമ്പമ്പുളി ഇട്ട് വെക്കാൻ നല്ലൊരു ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ വേറെ ഏത് മീനുകളായാലും ഇതേ ഒരു നല്ലൊരു മീൻ കറിയുടെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ലൈക്കും ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ മീൻ കറിയിലേക്ക് നാളികേരം വേണം. അപ്പോൾ ഒരു നാളികേരം നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ എളുപ്പത്തിന് മുളക് പൊടി നമ്മൾ 2-2.5 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് 2-ാം പാല് എടുത്തു വെച്ചത് ചേർത്ത് അരച്ച് വെക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചട്ടി വെച്ചിട്ട് തുടങ്ങാം. നമ്മുടെ നാളികേരമൊക്കെ അരച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിൽ എപ്പോഴും മീൻ കറി വെക്കേണ്ടത് നല്ലതെന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ. ഇനി വെളിച്ചെണ്ണ. മുൻസാട്ടനാണ് ഈ മീൻ കറിയല്ല, എല്ലാ മീൻ കറിയും നമ്മൾ എത്ര മീൻ കറി വെച്ചിട്ടുണ്ടാവും മുൻസാട്ടാ? ചാനലില് മുൻസാട്ടല്ല എഡിറ്റ് ചെയ്യുന്നതാണ്. ഒരു 70, എനിക്ക് വേണം 70ഓളം മീൻ കറി. 100 ഉണ്ടാവും. അപ്പൊ 100ഓളം വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മള് ഇതില് കുറച്ച് ചുവന്ന ഉള്ളി, ഇഞ്ചി ഒരു കഷ്ണം അതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 5-6 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, നടുകീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടിയും ചൂടായിട്ടുണ്ട്, എണ്ണയും ചെറുതായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അത്ര മതി. അത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് അങ്ങനെ അതിന്റെ ആവശ്യമില്ലേ, അതന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് 2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ അരയ്ക്കാൻ വേണ്ടി ചേർത്തണ്ട് കേട്ടോ. 2.5 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാനൊരു 1.25 തീ കുറച്ച് വെച്ചിട്ടുണ്ട്. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം അതിലൊരു 1/4 ടീസ്പൂൺ നേരത്തെ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ അതിലിട്ടു. അപ്പം ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തപ്പോൾ അതിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി എടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു. അതെ, നമ്മൾ രണ്ടും വെച്ചാൽ ഇതിപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അത് മാത്രമല്ല ഇരുമ്പമ്പുളിയും കൂടിയുള്ള കാരണേ, അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് മുളക് പിടിക്കണമെങ്കിൽ അത് ക്വാണ്ടിറ്റി ഉള്ള കാരണം അത് എന്തായാലും വേണം. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റാം.
ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്തായാലും നമ്മൾ 2ാം പാൽ ഒഴിക്കുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ 2ാം പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് 2ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് ഒരു അതിൽ പാലൊഴിച്ചാൽ എന്തായാലും നമ്മൾ ഇനി അതാണ് ഒഴിക്കണത്, പാലൊഴിക്കുന്നത്. അപ്പോൾ മിക്സി നമ്മൾ കഴുകി അങ്ങനെ ഒഴിക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പ് കളയേണ്ട ആവശ്യമില്ല. ഒരു തിക്നെസ്സിനും ഒരു ടേസ്റ്റാണ് ഈ മീനിന് കേട്ടോ. നമ്മൾ വേണമെങ്കിൽ നാളികേരപ്പാൽ മാത്രമായിട്ട് തിക്കായിട്ട് എടുത്ത് അങ്ങനെയും ചെയ്യാം. പക്ഷെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, വേറെ ടേസ്റ്റാണ്. അതാണ്. ഇനി നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് 2ാം പാലാട്ടോ ഒഴിക്കുന്നത്. അവസാനം നമ്മൾ ചേർക്കാറുള്ളൂ അല്ലേ? തൻപാൽ അവസാനം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിരിയിൽ വെച്ചത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൻപാൽ ചേർക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇടാം. തിളച്ച് വരാണ് നല്ലത്. തിളച്ച് വന്നിട്ട് മീൻ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ 3/4 കിലോ മീനാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയ മീനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് വേവും. ഇത് വറുത്തിട്ട് നല്ല ടേസ്റ്റാണ്. സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇരുമ്പമ്പുളി ഏകദേശം ഈ ഒരു അളവിൽ, അതായത് പുളി നോക്കിയിട്ട് എടുക്കാന്നുള്ളൂ. പിന്നെ ഇരുമ്പമ്പുളി കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അതെ. യെസ്. ഇതില് കുറച്ച് മൂത്തതുണ്ട്, മൈൽഡ് ആയിട്ടുള്ള ഒരു പുളിയാണ്. അല്ല, ഇരുമ്പമ്പുളിയുടെ പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ ചില മീൻ കറികളില്, പ്രത്യേകിച്ച് ചാള, അയില അങ്ങനത്തെ കറികളിൽ, അല്ലെങ്കിൽ അറക്ക, നെയ്മീനൊക്കെ ഇല്ലേ, അങ്ങനത്തെ കറികളിലൊക്കെ പുളി കുറച്ച് പൊന്തി നിന്ന ടേസ്റ്റ് എന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ കറികളിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു പുളിയില്ലേ, അത് വെരി സിമ്പിൾ ആട്ടാ. പണിയുണ്ട്. ഏത് പ്രിപ്പറേഷൻ അത്ര ഇല്ല, അതിനുള്ള ഒരുക്കം കൂട്ടലാണ് പണി. ഒരുക്കം കൂട്ടല വലിയ പണിയൊന്നും ഇല്ല. നമ്മളിപ്പോ മീൻ അതല്ല, ഇരുമ്പുളി അരിയാൻ ഒരു പണിയാ. പിന്നെ മീൻ ക്ലീൻ ചെയ്യാനുള്ളവർക്ക് അതൊരു പണിയുണ്ട്. അല്ലെങ്കിൽ വലിയ പണി തന്നെ. തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മള് തൻപാൽ ചേർക്കണം. ഇപ്പൊ തന്നെ എല്ലാ റെസിപ്പിയും എല്ലാ റെസിപ്പിയും പറയും. അറിയാം. ഇത് 100 റെസിപ്പി കഴിഞ്ഞതല്ലേ, എല്ലാം പറഞ്ഞു കൊടുക്കുക. വെന്തുണ്ടാവും. ഒരു 6-7 മിനിറ്റോളം തിളച്ചതിന് ശേഷം ഒരു 6-7 മിനിറ്റ് വെച്ചാൽ ഏകദേശം അതിനോ. വല്ലാണ്ട് ഇങ്ങനെ കുത്തിയാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മുടെ മീന് ഓട്ടയും. അപ്പോൾ പതുക്കെ ഇങ്ങനെ നമുക്ക് കയ്യിലുണ്ട്, പതുക്കെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് തൻപാല് അടുത്ത് വെച്ച് ഒഴിക്കാം. എൻ്റെ തീയെ തള വരുമ്പോ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത പടിക്ക് കിടക്കാണ്. വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഇടാം. നന്നായി മുരിയണം കേട്ടോ. നന്നായി മുരിയണം. അതായത് ഒരു ബ്രൗണിഷ് കളറാണ് ആവുമ്പോ നമുക്ക് അതിന് മുമ്പ് കറിവേപ്പില ഇടണം. കുറച്ച് കഴിഞ്ഞിട്ട് മതി. കുറച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗിയും നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ ചേർത്തിട്ടുണ്ട്.
ഫ്ലെയിം ഓഫ് ചെയ്തു. കറിയുടെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോലാൻ ഫിഷ് കറീസ് റെഡി. ഒഴിവുള്ളവർ വേഗം വന്നോളി, കഴിയുന്ന മുമ്പ് വേഗം കഴിച്ചോളി.